വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈവ് ട്രേഡ് ലോജിക് എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പല പല ലോജിക് എക്സ്പ്ലനേഷൻസ് ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുക. മേ ബി ഞാൻ മുന്നോട്ട് വരുന്ന ലെസൺസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ നല്ല ട്രേഡ് സെറ്റപ്പ് ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇൻ കേസ് ഈവൻ ഫെയിൽഡ് ട്രേഡ് സെറ്റപ്പ് ആണെങ്കിലും ഈവനിങ് സമയത്ത് ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയത്ത് നല്ല ട്രേഡ്സ് കിട്ടുമ്പോൾ ഞാനത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ലോജിക് എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് ഓരോ ട്രേഡിൻ്റെയും ലോജിക് എക്സ്പ്ലനേഷൻ വളരെ കാര്യമായിട്ട് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ്, എന്തെല്ലാം വീഡിയോസ് ഉണ്ട്, അതിന് എന്തെല്ലാം കോൺഫ്ലുവൻസിങ് ഏരിയാസ് ആണ് നമുക്ക് വരുന്നത്, അതെല്ലാം ഇവിടെ എത്രയോളം വീഡിയോ ഉണ്ട്. നമുക്കിപ്പോൾ മൊത്തത്തിൽ 108 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പല പല സെനാരിയോസ് ആണ് മാർക്കറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓഷ്യൻ. അവിടെ നമുക്കൊരു ചെറിയൊരു ട്രേഡിംഗ് സെറ്റപ്പുമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ചെറിയ തോട്ട് പ്രോസസ്സുമായിട്ട് മാർക്കറ്റിനെ ഒരിക്കലും അപ്രോച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താണ് ഈ തോട്ട് പ്രോസസ്സൊക്കെ എങ്ങനെയാണ് എനിക്ക് കിട്ടിയത്? നമ്മൾ അതിനെപ്പറ്റി അറിയുകയും പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്താണ് നമുക്ക് ഓരോരോ ഐഡിയാസ് നമ്മൾ ചാട്ടി കാണുന്നത്. അതാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഈസിയാണ്. എല്ലാം ഒരു ക്ലിക്ക് ഓഫ് എ ബട്ടൺ, ഇൻഫർമേഷൻസ് എല്ലാം വളരെ ഈസിയാണ്. അതേസമയം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തിരി വായിച്ചും പഠിച്ചും കുറേ സമയം സ്പെൻഡ് ചെയ്തും അങ്ങനെ ഒത്തിരി നമുക്ക് അത്രയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഫിംഗർ ടിപ്പിൽ അവൈലബിൾ ആണ് എല്ലാ കാര്യങ്ങളും. സോ യു ആർ ഗോയിങ് ടു സീ എ ഗുഡ് ട്രേഡ് സെറ്റപ്പ് ടുഡേ. സോ ഇതാണ് നമുക്ക് എൻട്രി കിട്ടി. ഇതാണ് നമ്മുടെ എൻട്രി ക്യാൻഡിൽ. ഇവിടെ ഇതാണ് കൃത്യം നമ്മളുടെ ഈ ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ. സോ ഓൾവേസ് ഞാൻ പറയാറില്ലേ, എൻട്രി ഓൺ എ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ്. ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ പ്രൈസ് നമ്മൾ സെല്ലിംഗ് പൊസിഷൻ എടുക്കുമ്പോൾ പ്രൈസ് മുകളിലേക്ക് കയറി വരുമ്പോൾ കൃത്യം എക്സാക്ട്ലി ആ ഗ്രീൻ ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത്. സോ എൻട്രി എടുത്തിരിക്കുന്നത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നാസ്ഡാക്ക് ലൈവ് ട്രേഡ്. സോ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഇനീഷ്യൽ റെക്കോർഡിങ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതുണ്ടോ, ഞാൻ കറക്റ്റ് ഇവിടെ ഞാൻ പറയുന്നുണ്ട് എൻട്രി ഡൺ എന്ന് ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. കണ്ടോ, കൃത്യം ഈ ഗ്രീൻ ക്യാൻഡിലയിൽ വരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുത്താക്കുന്നത്. അതിനുശേഷം താഴോട്ട് പോയി ഇതുണ്ടോ, ഇത് കംപ്ലീറ്റ് ഞാൻ വൺ സ്ട്രെച്ചിൽ ഇത് കംപ്ലീറ്റ് റെക്കോർഡിങ് എല്ലാ ദിവസവും ചെയ്യുന്നവർ തന്നെ താഴേക്ക് ഇട്ട് വെച്ചേക്കാം. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. ഞാൻ ഓർത്ത് സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്ന് ഓർത്തു, പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ല. ഇതുണ്ടോ, മുകളിലേക്ക് നോക്കി കൃത്യം നമ്മളുടെ ഇവിടുത്തെ ഇത്. അപ്പോൾ ഇത് ഏകദേശം എനിക്ക് 1:5 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് ട്രേഡ് കിട്ടി. ഇറ്റ് വാസ് ആൻ എക്സലൻറ്റ് ട്രേഡ്. ആക്ച്വലി ഞാനിത് ഇച്ചിരി താഴോട്ട് വരുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ അത് കറക്റ്റ് കിട്ടിയില്ല. എങ്കിൽ പോലും നമ്മുടെ എക്സിറ്റും കാര്യങ്ങളും എല്ലാം ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എക്സിറ്റ് ഇന്ന് സ്വല്പം വെയിറ്റിംഗ് സ്വല്പം കൂടിപ്പോയി, അല്ലെങ്കിൽ ഇച്ചിരി നേരത്തെ നമുക്ക് ചെയ്യാമായിരുന്നു. സോ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും നോക്കി എവിടെ വെച്ചാൽ എക്സിറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഇതുണ്ട് എക്സിറ്റിംഗ് ട്രേഡ് എന്ന് ഞാൻ പറഞ്ഞു, ടാർഗറ്റ് ഹിറ്റ്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി, ഇവിടുന്ന് യൂട്ടേൺ എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഓപ്പോസിറ്റ് കയറാനുള്ള സംഭവമാണ് വരുന്നതെന്ന് വെച്ചു. അപ്പം ഇവിടെ നോക്കിയേ, എക്സിറ്റ് ഞാൻ എഴുതി വെച്ചു, എക്സിറ്റിംഗ് ട്രേഡ്. ഇവിടെ വന്ന് ട്രേഡും ക്ലോസ് ചെയ്തു. സോ ദിസ് വാസ് എ ട്രേഡ് ടുഡേ. സോ ഇനി എന്താണ് ഇതിനകത്ത് നമ്മൾ കണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിലെ മൈക്രോ ഇതിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ ഇവിടെയാണ് എക്സിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം. ഇതുണ്ടോ, എക്സിറ്റ് കൃത്യം എക്സിറ്റ് ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇവിടം വരെയും കിട്ടി. 1:5 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് കിട്ടി. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിൽ വന്നു, വീണ്ടും താഴേക്ക് വന്നു. ഇവിടെ നമുക്ക് വീണ്ടും ഒരു സെൽ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. പിന്നെ ഞാനത് വിട്ടേച്ചു, ഒരു ട്രേഡ് മതി എന്ന് പറഞ്ഞാൽ അത് നിർത്തി. അതിനുശേഷം വീണ്ടും നോക്കി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ വീണ്ടും പ്രൈസ് വന്നിട്ട് ഇപ്പോഴും 61 പോയിന്റ് അപ്പിൽ വന്ന് നിൽക്കുക. മേ ബി ഒരു ലൈവായിട്ട് വേണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരെണ്ണം കൂടെ പ്ലാൻ ചെയ്ത് നോക്കാം. ലെറ്റ് ഇറ്റ് കം അപ്പ്. ഇതിന് ഈ ബോക്സിനകത്തോട്ട് പ്രൈസ് കയറി വരട്ടെ. അപ്പം നമുക്ക് ഒരു ട്രേഡ് കൂടെ ചെയ്യാം. സോ എന്തെല്ലാമാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്, അതാണ് നമുക്ക് നിങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തരെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. സോ ഡേ വൈസ് ചാർട്ടിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേനും ഓൾ ടൈം ഹൈ, ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ അടുത്ത ക്യാൻഡിൽ അങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നു അല്ലേ. ഇനി അതിനുശേഷം നമ്മളിവിടെ 1 മിനിറ്റ് സ്ട്രക്ചറിൽ നമ്മൾ ഈ ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ നമ്മുടെ എൻട്രി ലൈനാണ് താഴത്തേത്. സോ എൻട്രി ലൈന് നമുക്ക് ഒരു ഗ്രീൻ കളർ കൊടുക്കാം. എൻട്രി ലൈൻ ഇതും റെഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലൈനുമാണ്. ഓക്കെ, അപ്പം ഈ 1 അവർ സ്ട്രക്ചറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? 1 അവർ. ഇത് നമ്മളുടെ എൻട്രി ക്യാൻഡിൽ ഇതാണ്, ഇതുണ്ടോ. എൻട്രി ക്യാൻഡിൽ ഇവിടെ വെച്ചാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പം 1 അവറിൻ്റെ സ്ട്രക്ചറിൽ നോക്കുമ്പം ആക്ച്വലി ഇവിടെ എന്താണ്, ഇതൊരു ഇതിൻ്റെ ഹൈ കട്ട് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് എ 1 അവർ സ്ട്രക്ചറിൽ ഇതൊരു പുൾ ബാക്ക് ആണ്. സോ പുൾ ബാക്കിൻ്റെ ലെസൺസ് ഓൾറെഡി നമ്മൾ കവർ ചെയ്തു. അപ്പോൾ അതും കൂടെ നമ്മൾ ഇനി വരുന്ന ട്രേഡ്സിലെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. പുൾ ബാക്ക് മിറ്റിഗേഷൻ ഉണ്ടോ, എന്താണ് കറണ്ട് സ്ട്രക്ചർ, മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കൺസെപ്റ്റുകളുടെ എല്ലാം ഒരു തോട്ട് പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിൽ അറിയാതെ തന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രെൻഡ് പോലും നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. ആക്ച്വലി ദിസ് ഇസ് എ ഹൈലി ബുള്ളിഷ് സെറ്റപ്പ്. ഈ ബുള്ളിഷ് സെറ്റപ്പിൽ നമ്മളെപ്പോഴും ബൈ സൈഡിലേക്ക് വേണം. ബിക്കോസ് ഇത് 1 അവർ സ്ട്രക്ചറിൽ പുൾ ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ബൈയിങ് മൊമെൻറ്റത്തിൽ മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുന്നു, വീണ്ടും ബൈയിങ് മൊമെൻറ്റത്തിൽ കയറി പോകുന്നു. അപ്പോൾ ബുള്ളിഷ് സ്ട്രക്ചറിൽ നമ്മൾ കൗണ്ടർ ട്രേഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബുള്ളിഷിനെക്കാട്ടിലും ഒരു 10% കുറവായിരിക്കും അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത്. അതെപ്പോഴും ശ്രദ്ധിച്ചോണം.
ബുള്ളിഷ് സെനാരിയോയിൽ നമ്മൾ എപ്പോഴാണെങ്കിലും ട്രേഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇവിടുത്തെ സെനാരിയോയിൽ എപ്പോഴും നമ്മൾ ബൈ ആൻഡ് സെൽ എന്നുള്ള രീതിയിൽ വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്കതൊരു ഡിസ്ക്രിഷണറിയാണ്. പക്ഷേ അന്നേരം നമ്മളിവിടെ നോക്കണം, ബൈ ആൻഡ് സെല്ലിനകത്ത് നമുക്കൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടോ എന്ന് നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ബൈ ആൻഡ് സെല്ലിലേക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഈവൻ ദോ ബൈ ആൻഡ് സെല്ലിൽ നിന്നാൽ പോലും നമുക്ക് ചെറിയ ചെറിയ ടാർഗറ്റുകൾ, സ്കാൽപ്പിംഗ് ട്രേഡ്സ് എപ്പോഴും നമുക്ക് കിട്ടുന്ന മൊമെൻറ്റം കിട്ടുന്നത് ബുള്ളിഷ് ട്രേഡിനായിരിക്കും. ബുള്ളിഷ് സെറ്റപ്സ് വിൽ ബി ഈൽഡിങ് മോർ എന്നാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാർക്കറ്റിനെ സംബന്ധിച്ച് എപ്പോഴും അങ്ങനെയാണ്. ബുള്ളിഷ് സെറ്റപ്സ് വിൽ ബി ഈൽഡിങ് മോർ. ഈ ഒരു സെൻറ്റൻസ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഫ്രെയിം ചെയ്ത് വെച്ചോണം. ഇതെല്ലാം ചെറിയ ചെറിയ ഐഡിയാസ് ആണ്. നമുക്കിനി ബാക്കിയുള്ള ലെസൺസിലൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് ഒന്നും പറഞ്ഞു പോയെന്ന് വരത്തില്ല. നമ്മൾ ഓരോ സെനാരിയോ കാണുമ്പോഴല്ലേ ഓരോന്ന് പറയുന്നത്. സോ ലെറ്റ്സ് കം ടു 3 minute സ്ട്രക്ചർ. 3 minute സ്ട്രക്ചറിൽ ഫസ്റ്റ് ഞാൻ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും നമ്മളിവിടെ ട്രേഡ് എടുത്തിട്ടില്ലെന്ന് വിചാരിച്ചോ. അപ്പം ഇവിടെ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് മാർക്കറ്റ് തുടങ്ങുമ്പോൾ എന്താണ് വരുന്നത്? ഇവിടെ ഒരു ഇംബാലൻസോട് കൂടി സെല്ലിംഗ് വരുന്നു. സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റ്, ഹെവി മൂവ്മെൻറ്റ്, ബൈങ് വരുന്നു, പ്രൈസ് മുകളിലേക്ക് പോകുന്നു. സോ ഇറ്റ്സ് എ ബൈങ് സെറ്റപ്പ് എഗെയിൻ, ബുള്ളിഷ് സെനാരിയോ. ഇവിടെ സിമിലർലി ഒരു സെല്ലിംഗ് വരുന്നു, എഗെയിൻ ആ സെല്ലിംഗ് കവർ ചെയ്തു, പിന്നെ ഒരു ചെറിയൊരു കറക്ഷണൽ മൂവ് വരുന്നു, സൈഡ് വേസ് ട്രിഗർ ചെയ്തു. സോ നമ്മളിങ്ങനെയാണ് മാർക്കറ്റിനെ റീഡ് ചെയ്യുന്നത്. സൈഡ് വേസ് ട്രിഗർ ചെയ്തു. നമ്മളെ സംബന്ധിച്ച് സൈഡ് വേസ് ട്രിഗർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലോഡിംഗ് ഓഫ് ഓർഡേഴ്സ്, മീൻസ് ഫോർ ദ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്നാണ് നമ്മൾ കൂട്ടുന്നത്. സൈഡ് വേസ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എഗെയിൻ ഈ ബോക്സിന് പുറത്ത് പോയി ഈ ബോക്സിന് പുറത്ത് പോയി പ്രൈസ് ടാപ്പ് ചെയ്തു. സെയിം ക്യാൻഡിലിൻ്റെ താഴെ ഒരു ഇതിൻ്റെ ക്യാൻഡിലിന് താഴെ ഒരു ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിൽ ഫോർ അസ്. നമ്മൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് പുൾ ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡ് വേസ് മൊമെൻറ്റത്തിൽ നിൽക്കുമ്പം നമ്മൾ പുൾ ബാക്ക് നമ്മൾ കൺഫൈൻ ചെയ്യത്തില്ല. പക്ഷേ അതിനുശേഷം ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ ഇതിനെ കയറി ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ഒരു പുൾ ബാക്ക് എന്ന് നമുക്ക് കൂട്ടാം. അതുകൊണ്ടാണ് പ്രൈസ് പിന്നെയും മുകളിലേക്ക് പോയേക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരു 3 candle ട്രേഡ് സെറ്റപ്പിൽ ഇവിടെ ഇതുണ്ട്, 3 candle പുൾ ബാക്ക് വരുന്നുണ്ട്. സോ 9 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേനും ആ 3 candle ബോഡി ടു ബോഡി എല്ലാം ചെറിയൊരു പുൾ ബാക്ക് എന്ന് നമുക്ക് പറയാം, ഒരു മൈനർ പുൾ ബാക്ക് എന്ന് പറയാം 3 minute. അതിനുശേഷം അതാണെങ്കിൽ പോലും, ആ മൈനർ ഇതാണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് അത് മിറ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ അത് ബ്രേക്ക് ചെയ്തിട്ട് വിത്ത് ഹൈ മൊമെൻറ്റം വീണ്ടും കയറി പോകുന്നുണ്ട്. അപ്പോൾ ദിസ് പുൾ ബാക്ക് വാസ് എ വാലിഡ് വൺ. അതുകൊണ്ടാണ് ഇവിടുന്ന് വീണ്ടും പ്രൈസ് മുകളിലേക്ക് കയറി പോയേക്കുന്നത്. സോ അതിനുശേഷം സെല്ലിങ്, സെക്കൻഡ് ടൈം സെല്ലിംഗ് വിത്ത് ഇംബാലൻസ്, തേർഡ് ടൈം സെല്ലിംഗ് വിത്ത് ഇംബാലൻസ്. സോ മോസ്റ്റ്ലി എന്താ നമ്മൾ കാണുന്നത്? സൈഡ് വൈസ് ഇവിടെ തൊട്ട് നോക്കി കഴിയുമ്പോഴത്തേനും എന്താണ് 1 2 3 4 ഫോർത്ത് സെല്ലിങ്, എഗെയിൻ കവർ ചെയ്ത് വരുന്നു, ഫിഫ്ത്ത് സെല്ലിങ് അല്ലേ, ഫിഫ്ത്ത് സെല്ലിങ്, എഗെയിൻ നമുക്കിവിടെ സിക്സ്ത്ത് സൈഡിലോട്ട് സെല്ലിംഗ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. അപ്പം ഇവിടെ വരുമ്പോഴത്തേന് 6 വന്നു കഴിയുമ്പോഴത്തേന് ഇത്രയും സ്ട്രക്ചറലി എവറി പോയിന്റ് ഓഫ് നാസ്ഡാക്കിൽ ഈ സമയത്ത് ട്രേഡ് ചെയ്യുന്നവർ അവരുടെ മനസ്സിലുള്ള തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് സെൽ ആൻഡ് ബൈ ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ അത് കവർ ചെയ്ത് മാർക്കറ്റ് വീണ്ടും കയറി വരുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുന്നുണ്ട്. സെൽ ആൻഡ് ബൈ എഗെയിൻ ബൈ ചെയ്യുന്നു, പിന്നെ സ്കാൽപ്പിംഗ് പോലത്തെ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് നമ്മളും ആ ഒരു ആക്ടിവിറ്റിക്കകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ എൻട്രി സെനാരിയോയിലോട്ട് വരുന്നു. എൻട്രി സെനാരിയോയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ നമ്മൾ നോക്കുന്നത് ഈവൻ 1 minute സ്ട്രക്ചറിൽ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലാതെ വേറെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് അത്ര ഹൈ മൊമെൻറ്റത്തോടു കൂടി പറയാൻ പറ്റില്ല. അപ്പം വേറെ സ്ട്രക്ചർ നമ്മളിവിടെ നോക്കുമ്പോൾ പല പ്രാവശ്യം സ്ട്രക്ചറിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അഡീഷണലായിട്ട് സ്ട്രക്ചറൽ സെറ്റപ്പ് ഉണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ പല വീഡിയോയിൽ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ അതെന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസ് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ക്ലാസ് ഒരു 6 ക്ലാസ്സോളം വരുന്നുണ്ട് മുന്നോട്ട്. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഈ ബാക്കിയുള്ള പിന്നീട് വരുന്ന ലെക്ചറിലെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റും. സോ അത് ആ ഒരു പോർഷൻ മാത്രം അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ഞാനിപ്പോൾ പറയുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ഉണ്ട് ഇതിനകത്ത്. സ്ട്രക്ചറൽ സെറ്റപ്പ് പ്രകാരം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മൂവ്മെൻറ്റിനെ കാണുന്നത് എന്നുള്ളതാണ്. സോ അതൊരു കൺഫർമേഷൻ. പിന്നീട് നമ്മൾ നോക്കുമ്പം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് 3 മിനിറ്റിൽ ഇത് നോക്കുമ്പോഴത്തേനും ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഇവിടെ ഒരു ഹൈ വന്നു, അതിനുശേഷം നമ്മൾ പുൾ ബാക്ക് സൈഡിൽ എന്താണ് ഇവിടെ ആക്ടിവിറ്റി എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ഇവിടെ ഹൈ വന്നു, ഇവിടെ പുൾ ബാക്ക് ഇല്ല, ഇവിടെ ഇല്ല, പിന്നെ അടുത്ത വന്ന് വെച്ചേക്കുന്ന ഇവിടെയാണ് ഒരു പുൾ ബാക്ക് വന്നിരിക്കുന്നത്. ഇത് ഇതൊരു പുൾ ബാക്കാണ്. ഇതൊരു പുൾ ബാക്ക് ക്യാൻഡിലാണ്. സോ കാണാമെന്ന് വിചാരിക്കും, ഞാൻ ഇവിടെ എല്ലാവരും ചെയ്യാം. സോ ഈ ഹൈ വന്നതിന് ശേഷം അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു പുൾ ബാക്ക് ട്രിഗറാണ്. സോ എക്സാക്ട്ലി ആ പുൾ ബാക്ക് വീണ്ടും കവർ ചെയ്ത് വീണ്ടും അടുത്ത റിജക്ഷൻ വന്ന് പ്രൈസ് മുകളിലേക്ക് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രൈസ് മുകളിലേക്ക് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവിടുത്തെ ട്രിഗർ എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേനും ബിഗ് ക്യാൻഡിൽ വരുന്നു,
സെല്ലിങ് വരുന്നു, ബിഗ് ക്യാൻഡിൽ വരുന്നു, സെല്ലിങ് വരുന്നു. അപ്പം ഓരോ ക്യാൻഡിലിനും ഓരോരോ പുഷ് വരുന്നുണ്ട് അല്ലേ. അതായത് ഒരു എക്സോഷൻ ജമ്പ് എന്ന് പറയും. അപ്പോൾ ഈ എക്സോഷൻ ജമ്പ് വരുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നോക്കി, ഇവിടെ നിന്ന് ഈ ജമ്പ് തുടങ്ങി അല്ലേ. സോ കൺസിക്യൂട്ടീവ് നമ്മളിത് മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്ര പോയിന്റ് ജമ്പ് ചെയ്തു? 40 പോയിന്റ് ജമ്പ് ചെയ്തു. അതിനുശേഷം മോളിൽ കയറി, അതിനുശേഷം നെക്സ്റ്റ് ജമ്പ് ഇവിടെ നിന്ന് എത്ര കയറി? 36 പോയിന്റ് കയറി. അത്ര ശക്തിയേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ നിന്ന് മെഷർ ചെയ്ത് നോക്കി എത്ര വന്നു? 43 പോയിന്റ് കയറി. അപ്പം ഈ 3 ടൈംസും ഈ എക്സോഷൻ ജമ്പ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് എത്രയാണ്? ഏകദേശം ആ ജമ്പ് കഴിഞ്ഞേച്ച് നിൽക്കുക. ഇനി അടുത്ത ജമ്പ് അങ്ങോട്ടാണ്, താഴോട്ടാണ്. സോ ഇമീഡിയറ്റ്ലി നമ്മൾ പ്ലാൻ ചെയ്തു. മനസ്സിലായോ? ദിസ് ഈസ് ദ ഐഡിയ. ഇങ്ങനെയാണ് നമ്മൾ ഓരോ സ്ട്രക്ചറിൻ്റെ സെറ്റപ്പിൻ്റെ സ്ട്രെങ്ത് നോക്കുന്നത്. സോ എക്സോഷൻ ജമ്പ് നമ്മളിപ്പം ബാങ്ക് നിഫ്റ്റിക്കകത്തൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇതുപോലത്തെ ജമ്പ് ഇടയ്ക്കിടയ്ക്ക് കാണാം നമുക്ക്. സോ നമ്മൾ അതിനകത്ത് വറി ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഈ ജമ്പ് നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ നമ്മളുടെ എൻട്രി സെനാരിയോ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് കയറ്റി വെക്കാൻ തുടങ്ങും. അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മൾ ഇടയ്ക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളത് നോക്കണം. മാർക്കറ്റ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ നോക്കണം. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും എക്സോഷൻ ജമ്പ് ഓൾറെഡി ഈ 40 പോയിന്റ് ഓളം കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് സബ്സീക്വൻറ്റ് 2 ക്യാൻഡിൽ സെല്ലിങ്ങിലേക്ക് വന്നു. സോ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇവിടെ എൻട്രി പ്ലാൻ ചെയ്തു, എൻട്രി എടുത്തു. ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേനും ആക്ച്വലി ഇവിടെ വെച്ച് ഈ ക്യാൻഡിലിൽ നമ്മൾ എൻട്രി എടുക്കണമായിരുന്നു, ഇൻ ബിറ്റ്വീൻ ഇതിന് ഉള്ള ക്യാൻഡിൽ. പക്ഷേ നമുക്ക് അതിന് അന്നേരത്തേനും സമയം പോയി, ഞാൻ ധൃതി പിടിച്ച എൻട്രി എടുത്തത്. എങ്കിൽ പോലും എനിക്ക് ഈ എൻട്രി ഓൺ എ ഗ്രീൻ ക്യാൻഡിൽ കിട്ടി. സെൽ ഓൺ എ ഗ്രീൻ ക്യാൻഡിൽ, ബൈ ഓൺ എ റെഡ് ക്യാൻഡിൽ. ഓൾവേസ് ഫോളോ ദിസ് ടെക്നിക്ക്. ബിക്കോസ് അതാണ് നമ്മൾ പ്രീവിയസ് ക്യാൻഡിലുമായിട്ട് നമ്മൾ അതിൻ്റെ പ്രൈസിങ്ങിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോൾ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ട്രേഡിംഗ് ഫ്രം എ പ്രീമിയം സോൺ ഈവൻ അറ്റ് ദ ടൈം ഓഫ് എൻട്രി ഓൾസോ. അതായത് നമ്മൾ എൻട്രി ചെയ്യപ്പെടുന്ന ഏരിയ എന്ന് പറയുന്നത് സെൽ ഓൺ എ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ക്യാൻഡിലുമായിട്ട് ആ റണ്ണിങ് ക്യാൻഡിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന് നമുക്ക് ഇച്ചിരി നമ്മുടെ വാല്യൂ ഇച്ചിരി കൂടുതലായിരിക്കും. നമ്മുടെ പ്രീമിയം ക്യാൻഡിലായിരിക്കണം നമ്മുടെ സെല്ലിങ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ധൃതി പിടിക്കാൻ നമുക്ക് അത് സെല് ചെയ്യാൻ പറ്റും. സോ നൗ വാട്ട് അബൌട്ട് ദ ടാർജറ്റ് നോക്കുമ്പോഴത്തേനും നമ്മളിവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? LTT എന്നും പറഞ്ഞുകൊണ്ട്, ലിക്വിഡിറ്റി ട്രേഡ് സെറ്റപ്പ്. അതല്ല, ലിക്വിഡിറ്റി ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടു ഗെറ്റ് എൻട്രി. ലിക്വിഡിറ്റി ടു ടേക്ക് ആൻഡ് ലിക്വിഡിറ്റി ടു ടാർജറ്റ്. ഈ വീഡിയോ ലിക്വിഡിറ്റി ടു ടേക്ക് ആൻഡ് ലിക്വിഡിറ്റി ടു ടാർജറ്റ്. ഈ വീഡിയോ ഒക്കെ കാണണം, എന്നാലും നമുക്ക് ഐഡിയ വരുള്ളൂ എന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം ലിക്വിഡിറ്റി ടു ടേക്ക് ആൻഡ് ലിക്വിഡിറ്റി ടു ട്രേഡ് നോക്കുമ്പോഴത്തേനും നമുക്കിവിടെ ടാർജറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ പുൾ ബാക്ക് ഉണ്ടോ എന്ന് ആദ്യം നോക്കുവാണ്. പുൾ ബാക്ക് ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ 1 2 3 4 ഇവിടെ ഒരു ക്യാൻഡിൽ വന്നു, വീണ്ടും അതിൻ്റെ മൊമെൻറ്റം പോയി, പുൾ ബാക്ക് ലീവ് ചെയ്തു, സൈഡ് വൈസ് മൊമെൻറ്റം ട്രിഗർ ചെയ്തു, ഇഗ്നോർ ദ പുൾ ബാക്ക്. ഇവിടെ എഗെയിൻ ഇതിന് മുകളിൽ കയറി, എഗെയിൻ 3 ക്യാൻഡിൽ വന്നു, ബട്ട് മൊമെൻറ്റം ഫെയിൽഡ്, എഗെയിൻ താഴോട്ട് വന്നു. ഇതൊരു ടൈപ്പ് ഓഫ് പുൾ ബാക്ക് ആയിരുന്നു അല്ലേ. ഇതൊരു ടൈപ്പ് ഓഫ് ഈവൻ സൈഡ് വൈസ് ഈവൻ ഇവിടെ വന്ന് ട്രിഗർ ചെയ്തു, പ്രൈസ് താഴെ പോയി, വി ആർ നോട്ട് കൺസിഡറിങ്. അപ്പോൾ നമ്മളിവിടെ 3 ക്യാൻഡിൽ ട്രേഡിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ പോലും ഒരു പുൾ ബാക്ക് നമുക്കിവിടെ പാർഷ്യലി, അതായത് 100 വേണമെങ്കിൽ ഒരു 8 മാർക്ക് കൊടുക്കാം അല്ലേ, ഇങ്ങനെ വെച്ച് നോക്കാം. ബിക്കോസ് ഇവിടെ മൊമെൻറ്റം പോയി, പക്ഷേ വീണ്ടും മൊമെൻറ്റത്തിൽ മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നുണ്ട്. സോ ഇമീഡിയറ്റ്ലി നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റി ഇതൊരു ഏരിയ ഓഫ് ലിക്വിഡിറ്റി, ഇതൊരു ഏരിയ ഓഫ് ടാർജറ്റ് ആണെന്നുള്ളത്. സോ അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവം? ഈ ബോട്ടം ലൈനിൽ നോക്കുമ്പോഴത്തേനും നമ്മളുടെ സോൺ എന്ന് പറയുന്നത് ഇതാണ്. സോ വൺ ടൈം, സോ ഇവിടെ എന്തോരമുണ്ട്? ഇവിടെ ലിക്വിഡിറ്റി പോയിന്റ്സ് എത്രയുണ്ട്? 1 2 3 4 5 ഇത്രയും ഏരിയ ഒരു ലിക്വിഡിറ്റി പോയിന്റ്സ് ഉണ്ട് ഓൾറെഡി. സോ ഈ ലിക്വിഡിറ്റി ടു ടാർജറ്റ് എന്ന് പറയുമ്പോഴത്തേന് ഈ മോളിൽ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേന് ഇവിടുത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി ദർ ഇസ് നോ ലിക്വിഡിറ്റി പോയിന്റ്സ് ക്രിയേഷൻ ഹിയർ അല്ലേ. ബിക്കോസ് ഇത് ഓൾറെഡി ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. പിന്നെ ഇനി എവിടെയാണ് ലിക്വിഡിറ്റി? അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് പേര് അത്രയും പേര് സെല് ചെയ്തെങ്കിലേ. അപ്പം മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും ഫിയർ കാരണം ഇവിടെ സെല് ചെയ്യാൻ മെനക്കെടാറില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 3 പോയിന്റ്സ് ഓളം ലിക്വിഡിറ്റി ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ടാർജറ്റ് പുള്ളിങ് ബാക്ക് ടു ദ ലിക്വിഡിറ്റി പോയിന്റ് അല്ലേ. അപ്പോൾ അതിന് തൊട്ട് ആ ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈനാണ്. അതിന് തൊട്ട് മുന്നേ ഞാൻ പറയാറുള്ള പോലെ നമ്മൾ ഇടയ്ക്ക് പോലീസുകാരനാണെന്ന് പറഞ്ഞ പോലെ നമ്മൾ ടാർജറ്റ് അതിന് മുന്നിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചു. സോ ദിസ് ഈസ് അവർ ഐഡിയൽ ഏരിയ. ഇനി എന്താ നോക്കുന്നത്? മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് സംഭവിച്ചു? ഇതായിരുന്നു നമ്മളുടെ 3 ക്യാൻഡിൽ സെറ്റപ്പിന് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ആ ഏരിയ എന്ന് പറയുന്നത് ഇതായിരുന്നു അല്ലേ. അപ്പം ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് പറ്റി? പ്രൈസ് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും റിജക്ഷൻ വന്നു. സോ ദേ വെർ ടാർഗറ്റിംഗ് ദിസ് ലിക്വിഡിറ്റി. അപ്പോൾ ഇമീഡിയറ്റ്ലി പ്രൈസ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് അന്നേരം മനസ്സിലായി സംഭവം ഓപ്പോസിറ്റ് പോവുകയാണ്. അവിടെ വെച്ച് തന്നെ പ്രൈസ് കട്ട്, നമ്മളുടെ എൻട്രി ക്ലോസ്. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ്
ക്ലോസിങ് ഔട്ട് ദ ട്രേഡ്. അല്ലാതെ നമ്മൾ കൂടുതൽ എക്സ്പെക്ടേഷനും കൊണ്ട് മാർക്കറ്റിൽ ഇരിക്കരുത്. നമ്മൾ എന്താണോ കാണുന്നത്, നമ്മൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് എക്സാക്ട്ലി റിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് മാർക്കറ്റിൽ ഏകദേശം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി എക്സിറ്റ് ദ ട്രേഡ്. സോ നമുക്കിനി നോക്കാനുള്ള എന്താണ്, നമ്മൾ പറഞ്ഞ ഏരിയയിൽ തന്നെ മാർക്കറ്റ് കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ നത്തിങ് ടു ഡു ഹിയർ. മേ ബി ഒരു ട്രേഡ് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒന്നും കൂടെ എടുക്കാം. 1 2 3 എല്ലാം സെല്ലിംഗ് കാണിക്കുന്നത്. സോ അത്ര സ്ട്രെങ്ത് ഉള്ള സെറ്റപ്പ് അല്ല. സോ നമ്മൾ ഡൗയിലും കൂടെ ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ഇവിടെ അതുപോലെയൊക്കെ തന്നെ ഒരു സെറ്റപ്പാണ്. സോ ഇവിടെ ഇതൊരു ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേഷൻ ഉണ്ട്. സോ വാട്ട് ഹാപ്പൻഡ്, ഇത് മേ ബി ഇവിടം വരെ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഡൗവിൻ്റെ പൊസിഷൻ നമ്മൾ നോക്കുമ്പോൾ 27 പോയിന്റ്സ് അവിടെയുണ്ട്. അപ്പോൾ ഇമീഡിയറ്റ്ലി നമ്മുടെ നാസ്ഡാക്കും അതിനൊപ്പം വെച്ച് പിടിക്കും മുകളിലേക്ക്. സോ നമ്മളുടെ ഐഡിയൽ ഏരിയ എന്ന് പറയുന്നത് മേ ബി ഒരു 10 പോയിന്റ് എക്സാക്ട്ലി ഹിയർ ഇൻ ബിറ്റ്വീൻ. ഈ പ്രൈസ് വരുമ്പോഴത്തേനും നമുക്ക് ഒരു ട്രേഡും കൂടെ വേണേൽ പ്ലാൻ ചെയ്യാം. സോ ദിസ് ഈസ് എ ടെക്നിക്ക് ഓഫ് ഫൈൻഡിങ് ആൻ എൻട്രി, ഓൾസോ എക്സിറ്റിംഗ് ആൻ എൻട്രി. രണ്ടും ഞാനിപ്പോൾ ഓൾറെഡി ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആദ്യത്തെ വീഡിയോകൾ തൊട്ട് എല്ലാം 1 by 1 വെച്ച് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടുവരുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ആൻ എക്സലൻറ്റ് ട്രേഡ് സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള ഒരു 2 പോയിന്റ് മാത്രം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ആ ക്ലാസ് ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ആ പോയിന്റ്സ് എല്ലാം സ്കിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തുമില്ല. അപ്പം ലെറ്റ് us ഫോക്കസ് ഓൺ വാട്ട് വി ഹാവ് സ്റ്റഡീഡ്. അതിന് വേണ്ടിയിട്ടൊരു റിവൈസിങ് സ്ട്രക്ചറാണെന്ന് മാത്രം ഇതിനെ ഓർക്കുക. അപ്പം കൂടുതൽ ഐഡിയയും നല്ല നല്ല ട്രേഡ് സെറ്റപ്പുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. കമൻറ്റുകൾ എഴുതുക. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.